ഇന്ന് നമ്മൾ എളുപ്പത്തിൽ കുറച്ച് ചേരുവകൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ പായസമാണ് ചെയ്യുന്നത്. മുത്തുമണി പായസം. മുത്തുമണി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചവ്വരി സാബുനരി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊരു വ്യത്യാസമായിട്ട് ഒരു സ്പെഷ്യൽ ചേരുവ കൂടെ ചേർത്തിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പായസം ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പായസം റെഡിയാക്കാനായിട്ട് ഒരു 100 ഗ്രാം ചവ്വരിയാണ് അല്ലെങ്കിൽ സാബുനരി അതാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 100 ഗ്രാം വരുന്ന ഇതുപോലത്തെ ഒരു ചെറിയ പാക്കറ്റാണ്. ഇനി കപ്പിൽ അളവ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് അളവാണ് കേട്ടോ ഉണ്ടാവുക. 125 ml കപ്പിൽ 1/2 കപ്പ് ഉണ്ട്. ആദ്യം ഇതൊരു 3-4 തവണ നല്ലോണം ഒന്ന് കഴുകിയെടുക്കുക. നന്നായിട്ട് ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇനി ഇത് നമുക്കൊരു അരമണിക്കൂർ കുതിർക്കാനായിട്ട് വെക്കണം. കുറച്ച് കൂടുതൽ വെള്ളം നിറച്ച് ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം. പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണിത്. അടുത്തതിന് പായസം വെക്കാനുള്ള പാത്രം ചൂടാക്കുക. അതിലേക്കൊരു 2 കപ്പ് അതായത് ഒരു 1/2 ലിറ്റർ വെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ 1/2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പം ഞാൻ 1/2 ലിറ്റർ വെള്ളം എടുക്കുന്നുണ്ട്. വെള്ളം നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ കുതിർത്തിട്ട് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള ചവ്വരിയാണ് ഇട്ടത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. മൊത്തത്തിൽ വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 15 to 20 മിനിറ്റ് ഒക്കെ വേണ്ടി വരും. ആദ്യം ഒരു 15 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മൾ അടച്ച് വെക്കുകയാണെങ്കിലും ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത് കേട്ടോ. കാരണം ഈ ഒരു ചവ്വരി ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ടാവും. ഇത് നമ്മൾ തീ കൂട്ടി വെച്ച് വേവിക്കരുത്. പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവുകയും ചെയ്യും, ചവ്വരി വെന്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെച്ച് കഴിയുമ്പം ഇതിൻ്റെ ഇങ്ങനെ കണ്ണ് തെളിഞ്ഞ് വരിക എന്ന് പറയുമല്ലോ, അതുപോലെ ഇങ്ങനെ വെന്ത് വരാനായിട്ട് തുടങ്ങും. ഇതിപ്പോൾ മൊത്തത്തിൽ വെന്തിട്ടില്ല, കുറച്ചുകൂടെ ബാക്കിയുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 10-15 മിനിറ്റ് കൂടെ വേവിക്കാം. പക്ഷെ അത് കുറച്ച് പാലൊഴിച്ചതിന് ശേഷം ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്കുള്ള പാലാണ് നല്ല കട്ടിയുള്ള 1/2 ലിറ്റർ ഫ്രഷ് മിൽക്കാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 10 മിനിറ്റ് കൊണ്ടൊക്കെ പാല് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടെ നല്ലോണം വെന്ത് നല്ല കണ്ണ് പോലെ ഇങ്ങ് തെളിഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. പാലും ചേർത്ത് കഴിഞ്ഞിട്ട് പാലൊഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് തീ കുറച്ച് വെച്ചിട്ട് ബാക്കിയുള്ള സമയം വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ പാല് പെട്ടെന്ന് വറ്റി പോവുകയും ചെയ്യും, അളവ് കുറയുകയും ചെയ്യും. ആ ഒരു ചവ്വരിയിലേക്ക് കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ ചെറിയ തീയിലിരുന്നിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ചവ്വരിയും പാലും കൂടെ നല്ലോണം മിക്സ് ആയിക്കോളും. എന്നിട്ടിത് അത്യാവശ്യം നല്ലോണം വെന്ത് വരുന്ന സമയത്താണ് ഇതിലേക്കുള്ള പഞ്ചസാര ചേർക്കുന്നത്. ആദ്യമേ ചേർക്കുന്നില്ല. അപ്പം ഞാൻ ഒരു 1/2 കപ്പ് പഞ്ചസാര നിറച്ചെടുത്തിട്ടില്ല, ഏകദേശം ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു ഇത്തിരി കണ്ടൻസ്ഡ് മിൽക്കും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പായസത്തിൽ പ്രത്യേകത ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റ് കുറച്ച് ഐസ്ക്രീം ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ മധുരം ഉണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം പഞ്ചസാര എടുത്താൽ മതി കേട്ടോ. ആദ്യമേ ഒരുപാട് മധുരം വേണ്ട. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, ജസ്റ്റ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എടുക്കുന്നതേ ഉള്ളൂ. ഒരു 1-2 ടേബിൾ സ്പൂൺ, ഇല്ലെങ്കിൽ പഞ്ചസാര മാത്രമായാലും മതി. ഈ സമയത്ത് മധുരം കൂടി പോകണ്ട കേട്ടോ, നമ്മൾ ഐസ്ക്രീം ഇടാനുള്ളതല്ലേ. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ചേർക്കുന്നുണ്ട്. പൊടിയായിട്ടില്ലെങ്കിൽ ഒരു 2-3 ഏലക്ക ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. നമ്മൾ എന്തായാലും ലാസ്റ്റ് ഇതിലേക്ക് പിസ്ത ഐസ്ക്രീമാണല്ലോ ചേർക്കുന്നത്, അപ്പോൾ അതിൻ്റെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. എന്നിട്ടിനി നല്ലോണം ഒന്നുകൂടി നല്ല തിളച്ച് വരട്ടെ. അതായത് ആ ബാക്കിയുള്ള വേവാനുള്ളതുകൂടെ നല്ലോണം ഇതുപോലെ ഒന്ന് പാല് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കാം. ലാസ്റ്റ് തിളപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനെ വറ്റിച്ചെടുക്കണ്ട. കാരണം ചവ്വരി ആവുന്ന സമയത്ത് തന്നെ പായസം ചൂടാറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാവും കേട്ടോ, ഒരു ഇത്തിരി കൂടെ കുറുകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പാകത്തിന് ഈ ഒരു സമയമാവുന്ന സമയത്ത് ഓഫാക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നു. ഒരു ഇത്തിരി മതി, ഒരുപാടൊന്നും വേണ്ട. അതുകൂടെ ചേർത്ത് മിക്സ് ആയി കൊടുക്കുക. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. പായസം നമുക്കിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കട്ടിയായിക്കോളും. അപ്പോൾ പായസം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കി എടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക. നമുക്ക് എത്രയ്ക്ക് കടിക്കാൻ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ബദാമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അത് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. കാഷ്യൂനട്ട് ഒന്ന് വറവാകുന്ന സമയത്ത് കുറച്ച് മുന്തിരി കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഈ ഒരു നെയ്യോട് കൂടെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള പായസത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ഇതൊന്ന് അടച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക. നല്ലോണം ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ ഐസ്ക്രീം ചേർക്കുന്നത്. ഇപ്പോൾ തന്നെ ഈ ചൂടിൽ തന്നെ ഐസ്ക്രീം ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ ഐസ്ക്രീം ഒന്നും ചേർക്കാൻ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഈ ചെറിയ ചൂടിൽ സെർവ് ചെയ്യാം കേട്ടോ. സാധാരണ നമ്മൾ ചവ്വരി പായസം അങ്ങനെ തന്നെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അത് മതിയെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ മതിയാകും. ഇപ്പോൾ കണ്ടോ, ഒന്ന് തണുത്ത് കഴിയുമ്പോൾ പാകം കുറുകലായി വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുക്കുന്ന സമയത്ത് കണ്ടില്ലേ, ആ ഒരു ചവ്വരിയുടെ കണ്ണൊക്കെ കറക്റ്റ് ഇങ്ങനെ തെളിഞ്ഞ് പാകത്തിന് കുറുകലായിട്ടുണ്ട്. ഇതിന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പുറത്തിരുന്നിട്ട് തന്നെ നല്ലോണം അങ്ങ് ചൂടാറി വന്നാൽ മാത്രം മതി.
ഇപ്പോൾ പായസമൊക്കെ നല്ലോണം ചൂടാറിയിരിക്കുന്ന ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് പിസ്ത ഐസ്ക്രീമാണ് കേട്ടോ ചേർക്കുന്നത്. നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 3 സ്കൂപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ഒന്നിച്ചിട്ടുണ്ട്, മിക്സ് ചെയ്ത് നോക്കിയിട്ട് എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ഓരോരുത്തർക്കും എത്ര വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ആക്കി നോക്കുക, അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ശരിക്കും ഈ ഒരു ചൊവ്വരി പായസം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സാധാ പോലെ ഉണ്ടാക്കുന്ന സമയത്ത് സത്യത്തിൽ എനിക്ക് ഫസ്റ്റ് ഒന്നും അങ്ങനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഐസ്ക്രീമും കൂടെ വരുന്ന സമയത്ത് ശരിക്കും നല്ലൊരു പുതുമയുണ്ട്, നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഐസ്ക്രീമിൻ്റെ ടിപ്പ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ആഷിക്ക്. ആളൊരു ഷെഫാണ്. അപ്പോൾ ആൾ പറഞ്ഞു നല്ല അവരെ റെസ്റ്റോറൻറ്റിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും ചെയ്ത് നോക്കാം. പായസം ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് മുത്തുമണികൾ പോലെ നമ്മൾ ചവ്വരി ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഒരു മുത്തുമണി പായസം എന്നതിന് പേര് പറഞ്ഞിട്ടുള്ളത് അവർ. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചെയ്ത് നോക്കാം, നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. പിന്നെ നല്ലോണം ചൂടാറി തണുത്തതിന് ശേഷം കഴിക്കുമ്പോഴാണ് കേട്ടോ ഇതിൻ്റെ സൂപ്പർ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം ആരെങ്കിലുമൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോയിൽ നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്